കാന്താരി വളർത്താത്ത വീടുകൾ ചുരുക്കമാണ്. ഭക്ഷണത്തിൽ രുചി പകരുവാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും ഉത്തമമാണ് കാന്താരിമുളക്. മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കുവാനും രോഗപ്രതിരോധ ശേഷി ഉയർത്തുവാനും ഒരു കാന്താരിമുളകെങ്കിലും നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരിക്കൽ നട്ടാൽ കാര്യമായ പരിചരണ മുറകളോ ശാസ്ത്രീയമായ വളപ്രയോഗമോ കാന്താരിമുളകിന് നൽകേണ്ടതില്ല. ഇന്ന് ഒട്ടുമിക്ക നഴ്സറികളിലും കാന്താരിമുളകിന്റെ നല്ല ഇനം തൈകളും ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിലും ഉത്തമമാണ് കാന്താരിമുളക്. ഫാസ്റ്റ് ഫുഡിനെയാണ് മിക്കവരും ഇന്ന് ആശ്രയിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊളസ്ട്രോൾ ചെറിയ രീതിയിലെങ്കിലും കൂടപ്പുറപ്പായിട്ടുണ്ട്. കൊളസ്ട്രോൾ മാറ്റാൻ നിങ്ങളുടെ വീട്ടുവളപ്പിലെ ഭക്ഷ്യവസ്തുക്കൾ തന്നെ സഹായിക്കും. കാന്താരിമുളക് കഴിച്ചാൽ കൊളസ്ട്രോൾ മാറുമെന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ദിവസവും 5 കാന്താരിമുളക് കഴിക്കുന്നതെങ്കിലും കൊളസ്ട്രോൾ നിയന്ത്രിക്കും. എരിവ് അധികമായതിനാൽ ആഹാരത്തിന് ശേഷം കഴിച്ച് ധാരാളം വെള്ളം കുടിച്ചാലും മതിയാവും. കൊഴുപ്പ് കൂടിയ ഭക്ഷണത്തിൽ കാന്താരിമുളക് ചേർത്ത് പാകം ചെയ്യുന്നതും കൊളസ്ട്രോൾ നിയന്ത്രിക്കും. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ആരോഗ്യത്തിന്റെ കലവറയാണ് കാന്താരി. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് കാന്താരി. ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുവാനുള്ള കഴിവും കാന്താരിയിലെ ജീവകം സിക്കുണ്ട്. ഹൃദ്രോഗമുണ്ടാക്കുന്ന ഡ്രൈഗ്ലിസറൈഡുകളുടെ അധിക ഉൽപാദനത്തെ കാന്താരിമുളക് നിയന്ത്രിക്കും. കാന്താരി ഉമിനീർ ഉൾപ്പെടെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യും. രക്തശുദ്ധി, ഹൃദയാരോഗ്യം എന്നിവയ്ക്കും കാന്താരിയുടെ ഉപയോഗം വളരെ നല്ലതാണ്. വീട്ടിൽ 1-2 കാന്താരി ചെടി നട്ടു വളർത്തിയാൽ മരുന്നടിച്ച പച്ചമുളക് ഒഴിവാക്കാം. കൂടെ ആരോഗ്യവും സംരക്ഷിക്കാം. സന്ധികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന വേദന അകറ്റാൻ പഴുത്ത കാന്താരി അത്യുത്തമമാണ്. നാട്ടുവൈദ്യന്മാർ വേദന സംഹാരിയായി ഉപയോഗിക്കുന്നത് കാന്താരിയാണ്. കാന്താരി രസത്തിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ കഴിവുണ്ട്. രക്തത്തിലെ കൊഴുപ്പ് ക്രമീകരിക്കുന്ന കാന്താരി അമിതവണ്ണത്തിന്റെയും ശത്രുവാണ്.